നമ്മുടെ കേരളത്തിന്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് സിസ്റ്റം. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഒരു സീസണിൽ, അതായത് 5 വർഷം പേഴ്സണൽ സ്റ്റാഫായിട്ട് ഒരു മന്ത്രിക്ക് 20 മുതൽ 25 സ്റ്റാഫ് വരെയൊക്കെ നിയമിക്കാം. അപ്പോൾ ഈ സ്റ്റാഫുകള് മിനിമം 2 വർഷം വർക്ക് ചെയ്താൽ അവർക്ക് ആജീവനാന്ത പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പോൾ ഒരു ആദ്യത്തെ 5 വർഷം നിലവിലുള്ള സർക്കാരിൽ ആദ്യത്തെ ഒരു 2 വർഷം കുറച്ച് ടീം വർക്ക് ചെയ്യും, എന്നിട്ട് അവർ മാറിയിട്ട് അടുത്ത ടീം കയറും. അപ്പോൾ 2 വർഷം വർക്ക് ചെയ്തവർക്ക് പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ ആയി ഓൾറെഡി. പിന്നെ അടുത്ത സെക്ഷനിൽ ആൾക്കാർ കയറുകയാണ്. അവരും അടുത്ത 3 വർഷം അവര് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്പോൾ 2 ടീമുകൾക്കുള്ള ഒരു പെൻഷൻ അവിടെ മാറി. ഇതൊക്കെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്, പൊതു ഖജനാവിൽ നിന്ന് പോകുന്ന പൈസയാണ്. അപ്പൊ ഇതൊരു ധൂർത്താണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു മിനിമം ഒരു 10 സ്റ്റാഫൊക്കെ വെക്കേണ്ട സ്ഥാനത്താണ് 20-25 സ്റ്റാഫൊക്കെ ഒരു മന്ത്രിയുടെ കീഴിൽ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെക്കുന്നത്, ഉദ്യോഗസ്ഥർ കൂടാതെ. അതിൽ കഴിഞ്ഞ് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഗവൺമെന്റ് സ്ഥിരം ഉദ്യോഗസ്ഥർ വേറെയുണ്ട്. ഇതല്ലാതെ അതാത് മന്ത്രിമാരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് 20-25 സ്റ്റാഫിന് വെക്കുന്നത്. അപ്പോൾ ഒരു വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെ ഇത്രയും സ്റ്റാഫ് വരുമ്പോൾ ഖജനാവിൽ നിന്ന് എന്തുമാത്രം പണമാണ് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഈ സിസ്റ്റത്തിന് ഒരു പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ UDF സർക്കാർ. 2 വർഷം പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്താൽ ആജീവനാന്ത പെൻഷൻ എന്ന രീതി മാറി മിനിമം 4 വർഷമെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യത്തിന് അർഹനാവൂ എന്നുള്ള ഒരു സിസ്റ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ടേം സ്ഥിരമായി 4 വർഷം വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടാനുള്ള അർഹത ലഭിക്കുകയുള്ളൂ. അതാത് പാർട്ടിയിലുള്ള ആളുകളെയൊക്കെ കുത്തിത്തീരുകി 2 വർഷം ഓടിച്ചിട്ട് അവരെ മാറ്റി അടുത്ത സ്റ്റാഫിനെ കയറ്റുന്ന പരിപാടിയാണ് കാലാകാലങ്ങളിലെ ഉണ്ടായിരുന്നത്. മന്ത്രിമാർ സ്വന്തം താല്പര്യപ്രകാരം നിയമിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന ഈ രീതി ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന സത്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതോടെ ഖജനാവിലേക്ക് കുറച്ചെങ്കിൽ കുറച്ച് പണം മിച്ചപ്പെടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ശമ്പള പരിഷ്കാര കമ്മീഷൻ ശുപാർശ ചെയ്തതാണ് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ ഈ മിനിമം യോഗ്യത 2 വർഷം എന്നത് മിനിമം 4 വർഷമെങ്കിലും ആക്കണമെന്ന് ശുപാർശ വന്നതാണ് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത്. എന്നാൽ ആ ശുപാർശ ഇവർ നടപ്പിലാക്കിയില്ല. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിന് മുൻപോട്ട് പോകണമെങ്കിൽ കടമെടുക്കാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഇതുപോലുള്ള അഴിച്ചുപണികൾ നടത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പുതിയൊരു സർക്കാർ വരുമ്പോൾ മൊത്തം മന്ത്രിമാർ, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ എല്ലാം പേഴ്സണൽ സ്റ്റാഫിനെ എണ്ണമെടുത്താൽ 400ഓളം ആളുകൾ വരും. അപ്പോൾ അതിന്റെ വലിപ്പം ഭീമമായൊരു തുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇതിന്റെയൊക്കെ കണക്കുകൾ. ഇതിന് യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയോ മാനദണ്ഡങ്ങളോ ഒന്നും ഇല്ലാതെ നിയമിക്കാം എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരുടെ ഇഷ്ടക്കാരെയൊക്കെ യഥേഷ്ടം നിയമിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നത്. നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് മിനിമം 15 സ്റ്റാഫിനെ നിയമിക്കാനേ നിയമമുള്ളൂ. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ 20 മുതൽ 25 വരെയാണ്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പോലും അത്രയൊക്കെ നിയമിക്കാവുന്നതാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെയൊന്നുമല്ല. തമിഴ്നാട്ടിലെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്റ്റാഫിനെയോ ഒരു മന്ത്രിക്ക് നിയമിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ വെറും തട്ടിപ്പ് ഇത് തന്നെയാണ്. 2 വർഷം ഒരു ടീം വർക്ക് ചെയ്തിട്ട് അവർ മാറി, അവർക്ക് അപ്പോൾ ആനുകൂല്യത്തിന് അർഹരായി. പിന്നെ അടുത്ത ബാച്ച് കയറുകയാണ്. അപ്പോൾ ഒരു മന്ത്രിയുടെ കീഴിൽ തന്നെ 50ഓളം പേര് ഒരു സീസണിൽ ഈ പെൻഷനും ആനുകൂല്യങ്ങൾക്കും അർഹരാകുക എന്നുള്ള ഒരു വിചിത്രമായ സംഗതിയാണ് നടക്കുന്നത്. എന്തായാലും VD സതീശൻ സർക്കാരിന്റെ കീഴിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നമുക്ക് പ്രതീക്ഷിക്കാം.